മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ ഒരു വഅദ് ഇന്നുള്ള ചെറുപ്പക്കാർക്ക് അറിയാത്ത ഒരു ബന്ധം എനിക്ക് ഉണ്ട്. മർഹൂം AK മാസ്റ്റർ സഹോദരൻ ബീരാൻകുട്ടി മുസ്ലിയാർ, മൂസ ഹാജി, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹമീദ് ഹാജി, ഇങ്ങനെ തുടങ്ങിയ പ്രവർത്തകർ മർക്കസിൽ ഒന്നും ഞാനന്ന് ആയിട്ടില്ല. ദർസ് നടത്താൻ, പള്ളിയിൽ ദർസ് നടത്താൻ തുടങ്ങി. വേലൂർ ബാക്കിയാത്ത് സ്മാരകത്തിൽ നിന്ന് വന്ന് പള്ളിയിൽ ദർസ് നടത്തുകയാണ്. ആ കാലഘട്ടത്തിൽ എന്നെ ഇവിടെ ഒരു വഅദിന് കൊണ്ടുവന്നു. താമസിക്കാൻ ഇവിടെ സൗകര്യങ്ങൾ ഇല്ല. ഒരു ചെറിയ പീടി കണ്ട് ആ പീടിയുടെ മുകളിൽ താമസിക്കുകയാണ്. പിറ്റേന്നും വഅദ് പറയാനുള്ളത്. അവിടെ കിടക്കാനൊക്കെ ശരിയാക്കി തന്നു പോയിട്ട് പിന്നെ വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കിടക്കാൻ സൗകര്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു മൂസാജി പിന്നെയും വന്നു. ഞാനേതായാലും വരുന്നില്ല, ഇവിടെ നല്ല സൗകര്യമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ താമസിച്ചു. പിറ്റേ ദിവസം പകലിൽ ഈ പള്ളി ഉണ്ടാക്കുന്നതിന് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഒറ്റക്കൊറ്റക്ക് ചില ആളുകളെ കണ്ട് പിരിയണം. അതിന് ഞാൻ പോകണം. തുടർച്ചയായി ഇവിടെ താമസിക്കുകയും ഈ നാട്ടിൽ അന്നുള്ള ആളുകളെ മുഴുവനും കണ്ട് ഒറ്റക്കൊറ്റക്ക് കണ്ട് പൈസ ഉണ്ടാക്കി കാശ് ശേഖരിച്ചു. അങ്ങനെയാണ് ഈ പള്ളി, ആദ്യമുള്ള പള്ളി ഉണ്ടാക്കിയിരുന്നത്. മൂസാജി പലപ്പോഴും നല്ല തമാശയും പറയും. മൂസാജി വലിയ കൂടുതൽ പഠിച്ച ആളൊന്നുമല്ലെങ്കിലും നല്ല പോലെ ഖുർആൻ ഓതാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ഇങ്ങനെ സുബഹി നിസ്കരിച്ച് ഞാനും ഖുർആൻ ഓതുന്നു. പള്ളിന്റെ തുണ്ടുമൽ വന്നിട്ട് മൂസാജി ഓതുന്നു. അപ്പൊ എന്നോട് മൂസാജി പെട്ടെന്ന് ചോദിച്ചല്ല, ഖുർആനിൽ മലയാളം ഉണ്ടോന്ന്. അതെന്താ തമാശക്ക് ചോദിച്ചതാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്ന് ഓതിയപ്പോഴാവപ്പർ പറയുന്നു. മുശ്രിക്ക് എല്ലാവരും മലയാളം പോലെ പറയുന്നു. നജസുൻ പിന്നെ എല്ലാവർക്കും അറിയുന്നത്. അപ്പോ മലയാളം ഉണ്ടോ എന്ന് ചോദിച്ചു. തമാശക്ക് ചോദിച്ചതാണ്. ഏതായാലും ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അവരെ ഖബറിനൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ അന്ന് മുതൽ ഈ ഖറിയയുമായി കൂടുതൽ ബന്ധമുള്ള ഒരാൾ എന്ന നിലക്ക് ഇവിടെ ഇപ്പോൾ പരിപാടി നടക്കുന്ന സമയം ഒരു 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സൗകര്യപ്പെടുത്തിയതാണ്. ഇപ്പോ ഇടവണ്ണപ്പാറ പോയിട്ട് അവിടെ പ്രസംഗിച്ചിട്ടൊന്നുമില്ല. അവിടെയും എത്താൻ താമസിച്ചു പോയി. 9:30 മണിയായി അവിടെ എത്തുമ്പോൾ തന്നെ. പ്രസംഗിച്ചിട്ടില്ല. ഒരു 10-15 മിനിറ്റ് മാത്രം സംസാരിച്ചു. ഇനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്, പെരുമണ്ണയിൽ. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് കളി അത് ഉണ്ടാകരുത്. അതാണ് ഇപ്പൊ ഷാഫി സഖാഫി നിങ്ങളോട് ലാസ്റ്റ് പറഞ്ഞത്. ദീൻ കൊണ്ട് കളി അത് വലിയ അബദ്ധമാണ്. ഒരു മനുഷ്യനിൽ നിന്നും ചെറിയ ചെറിയ അബദ്ധങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. തൗബ കൊണ്ട് പുറത്തു കൊടുക്കും. മറിച്ച് ദീനുൽ ഇസ്ലാമിനെ തൊട്ടുകളിച്ചാൽ അത് പൊറുക്കപ്പെടുകയില്ല. അത് ആർക്ക് വേണ്ടിയാണ് ഈ ദീനിന് വേണ്ടി കളിക്ക് ദീനിനോട്
തൊട്ട് കളിക്കുന്നതെന്ന് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പ്രാവശ്യം ഉംറ ചെയ്തപ്പോഴും ഉംറ ചെയ്യാൻ വന്നു ചെയ്തു. തടഞ്ഞാൽ ഖുർആനിന്റെ കൽപ്പന ഫഇൻ നുസ്തിർതും ഫമസ്തൈസറ മിനൽ ഹദീ, നിങ്ങൾ ഹജ്ജിന് പോകാനോ ഉംറക്ക് പോകാനോ പുറപ്പെട്ടു ഇഹ്റാം ചെയ്ത് വന്ന് വഴിയിൽ വെച്ച് തടയപ്പെട്ടാൽ നിങ്ങൾ അവിടെ വെച്ച് തഹല്ലുൽ ആവുകയും അവിടെ വെച്ച് തഹല്ലുലായി അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരിക്കലും ഉംറക്ക് വന്നപ്പോഴും തടയപ്പെട്ടു, കടക്കാൻ സമ്മതിക്കൂല. റസൂലുള്ളാഹി എതിർക്കാൻ പോയില്ല. അങ്ങനെ ഹുദൈബിയ സന്ധി ഉണ്ടാക്കി അടുത്ത കൊല്ലം വരാമെന്ന് പറഞ്ഞു. അവിടെ ആ സന്ധി ഉണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ ഉംറയിൽ നിന്ന് തഹല്ലുലായി അവിടുത്തെ മുടി കളയിച്ചു എന്ന പേരിൽ ഉംറ നടത്തി. അന്നും അവിടുത്തെ മുടി കളയിച്ചു. പിന്നീട് ഹജ്ജത്തുൽ വദാഇൽ വരുന്നു, അവിടെയും മുടി കളയിച്ചു. എന്നാൽ ഹജ്ജത്തുൽ വദാഇലെ ആ ഷഹർ അവിടെ കൂടിയ ഒരു ഉംറയിൽ കളഞ്ഞ ആ അതും കുഴിച്ചിടുകയല്ല ചെയ്തത്. എല്ലാവർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറഞ്ഞിട്ടുമില്ല. എങ്കിലും ആ ഷെയറും അവിടുന്ന് കളഞ്ഞിട്ട് സ്വഹാബികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അവർ സൂക്ഷിക്കുകയാണ് ചെയ്തത്, സൂക്ഷിച്ചു വരികയാണ് ചെയ്തത്. ഇത് ഒരു വിവരക്കേടാണെങ്കിൽ, അന്ധവിശ്വാസമാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷഅർ കൊടുക്കുമായിരുന്നു? അത് കുടിച്ചുകൂടാൻ കൽപ്പിക്കുമായിരുന്നില്ലേ? അപ്പോൾ അത് ബിദ്അത്തല്ല, അന്ധവിശ്വാസമല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ സുന്നത്താണ്. അത് നമുക്ക് തരുന്നത് അതിന് തോക്കിലൊക്കെ അങ്ങോട്ട് വെച്ചാൽ തോണ്ട് വന്നതിലോ അങ്ങോട്ട് കൂടി വെക്കലതിന് അത് പറ്റൂല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലാണ്. അല്ല, ഏതെല്ലാമാണ് അനുവദനീയം അല്ലാത്തത് പറഞ്ഞു തരേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ മഹത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവിടുത്തെ ഷഅറിനെ ആക്ഷേപിക്കുന്നത്, അവിടുത്തെ ശരീരത്തിലുള്ള മറ്റ് വിയർപ്പുകളെയും എല്ലാം ആക്ഷേപിക്കുന്നത്. സഹീഹുൽ ബുഖാരി കുറെ ഹദീസ് തെറ്റുണ്ട് എന്നാണ് ഒരുത്തം പറയുന്നത്. ആരാണ് പറഞ്ഞത്? മുഹമ്മദ് വെറും ഒരു കേവല സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതിയ മനുഷ്യൻ. ആദ്യത്തെ ലേഖനത്തിൽ അവൻ എഴുതിയത് അങ്ങനെയാണ്. മുഹമ്മദ് ഒരു കേവല സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. അപ്പൊ കേവല സാധാരണ മനുഷ്യനാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് അവനെ മറവ് ചെയ്യാൻ പാടില്ല, മുസ്ലിമീങ്ങളുമായി വിവാഹബന്ധം പാടില്ല. ആ നിലയ്ക്ക് അവൻ
ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നതിൽ ലോകത്ത് അവൾ എന്റെ വാദത്തിൽ നിന്ന് ഒരല്പം പോലും പുറകോട്ട് പോകുന്ന വിഷയമില്ല, പ്രശ്നമില്ല. ഞാനതിൽ തന്നെ ഉറച്ചു പോകും. ലോക മുസ്ലിംകൾ തീരുമാനിച്ചു കഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബ് വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണ് പോയി എന്ന് ഈ ലോകത്തുള്ള സാധാരണക്കാരനായ മനുഷ്യന് പോലും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഈ രണ്ട് കലിമത്ത് പറയാതെ മുസ്ലിം ആകുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പിന്നെ മുഹമ്മദ് റസൂലുള്ള പറയില്ല എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് കടക്കാൻ കഴിയില്ല. വിളിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ രണ്ടാമത്തെ കലിമത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ബാങ്ക് ശരിയല്ല. എന്റെ പ്രിയത ഈ ലോകത്ത് ഒരിക്കലും ഇല്ല അങ്ങയുടെ മദ്ഹ് പ്രശംസ അത് പറഞ്ഞു 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 ഉയർന്നു എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലേക്ക് തങ്ങൾ നാം എത്തിച്ചിരിക്കുന്നു. അതിൽ ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് ഇപ്പോഴും വിളിക്കുന്നില്ലേ? ലോകം ഇങ്ങനെ അസ്തമിക്കുന്നു, ഉദിക്കുന്നു, ഇങ്ങനെ പോകുന്നില്ല. ഈ പോകുന്ന സമയത്ത് ഇവിടെ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറഞ്ഞു കഴിയുന്ന ഉടനെ വേറെ ഒരു സ്ഥലത്ത് മഗ്രിബാകുന്നു, വഖത്താകുന്നു, അവിടെ പറയുന്നു. അത് കഴിയുമ്പോഴേക്ക് വേറൊരു സ്ഥലത്ത് വഖത്താകുന്നു, അപ്പോഴും പറയുന്നു. അത് കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വഖത്താകുന്നു, അപ്പോഴും പറയുന്നു. അങ്ങനെ അതെ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞു അവിടത്തെ കൊണ്ട് സാക്ഷ്യപ്പെടുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ തിരുക്കാഴ്ച സമർപ്പിച്ചു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്റെ മുമ്പിൽ എന്റെ നിസ്കാരവും എന്റെ ആരാധനകളും എന്റെ മുഴുവൻ കാര്യങ്ങളും ഞാനിതാ തിരുക്കാഴ്ചയായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അല്ലാഹുവിന്റെ ഹബീബിനും തിരുക്കാഴ്ച കൊടുക്കണം. അവിടുത്തെ മുമ്പിൽ പോയപറ്റി അതിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട ആളെയും കൂട്ടി ഒരു വീട്ടിൽ പോയി. എനിക്ക് മാത്രം ഒരു ഗ്ലാസ് ചായ തന്നു. എന്റെ കൂടെ വന്ന ആളെ അവിടെ ദൂരെ ഇരുത്തിയാൽ ഞാനിത് കുടിക്കുകയില്ല, ഞാൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ എന്റെ ഹബീബിനും അവിടെ കൊടുക്കുമല്ലോ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപൈദാ ഹജ്ജിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅസ്സല മിൻഹാ സലാം സലാം പറയുക. അത് കണ്ടില്ലേ? അസ്സലാമു അലൈക നേരിട്ട് വിളിച്ചുകൊണ്ട് മുമ്പിലുള്ള ആളോട് പറയുന്നത് പോലെ അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നു. ഇത് പറയാത്ത സമയമുണ്ടോ? ഇല്ല. ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്റെ നിസ്കാരത്തിൽ പറയുന്നു.
അടുത്ത് വേറൊരാളെ വക്കത്തായി അയാൾ പറയും അടുത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വഖദ് യുസല്ലിമു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആലാഫുന്നാസ് ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലൽ ഇത് ചെല്ലാത്ത ഒരു സമയവും ഇല്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയവും നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലുന്ന സമയവും സലാം ചൊല്ലുന്ന സമയവും ഒരു സമയമല്ല. ചെറുപ്പക്കാലം നിൽക്കാനും അസമയത്തല്ല ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ പകലാണ്. പകൽ 10 മണിയോ 10:30 മണിയോ ഇവിടുത്തെ അതേ സമയം അവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയും നിസ്കാരമില്ലേ? അവിടെയും സലാത്തും സലാമും ഇല്ലേ? ലോകം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഹാദത്ത് പേര് പറഞ്ഞുകൊണ്ട് സലാത്ത് ചെല്ലാത്ത ഒരു സമയവും ഇല്ല. അവിടുത്തെ പേരിൽ സലാത്ത് ചെല്ലാത്ത സമയം ഇല്ല. അവിടുത്തെ സലാം പറയാത്ത സമയം ഇല്ല. ഇങ്ങനെ നമ്മളങ്ങ് പറഞ്ഞാൽ അഹില്ലായ മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. എന്റെ സഹോദര, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ആർക്കാണ് പറഞ്ഞു തീർക്കാൻ കഴിയുക? വഫീ തൗറാത്തും ഇഞ്ചീലും സബൂറും മുഴുവനും റസൂലുള്ളാഹിയുടെ മദ്ഹാണ് പറഞ്ഞു. മൈക്ക് വരുന്നുണ്ട്, പെട്ടെന്ന് മൈക്കിലേക്കോ ആരും ചാടല്ലേ, മൈക്കിലേക്കോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഷമീർ ഖാൻ. ഹലോ, ഷമീർ കേൾക്കുന്നില്ല? ഷമീന്റെ മൈക്കുമായിട്ട് ഷമീർ കേൾക്കുന്നില്ല? ഹലോ, ഷമീൻ കേൾക്കുന്നുണ്ടോ? ഷമീൻ കേൾക്കുന്നുണ്ടോ? ഹലോ ആൻഡ്രേജി, ഈസിയാന്ന് തോന്നുന്നില്ല. ദീർഘകാല ആയുസ്സേകണേ, കല്ലും മുള്ളും താണ്ടിടുന്നില്ല, കൺകുളിർത്തവാബിയേകല്ല സംസരം കാരുണ്യം സരോവരം നിറഞ്ഞ സ്നേഹമന്മന്ദ സേവനം സദാ മുള്ളും താണ്ടിടും ഇല്ല, കൺകുളിർ സവാബിയേകല്ല കാലം കാട്ടും സംസരം കാരുണ്യം സരോവരം നിന്നും സത്യം നൽകുന്ന വിശേഷണം ശാന്തം സുന്ദരവാസനം, സത്യം നൽകുന്ന വിശേഷണം
ശൈഖുന ഇദാ കുളിരണിഞ്ഞ സേവനം സദാ കാതീരനെ കാവലേകി കനിയനെ കാര്യദർശിയാനി ദീർഘകാല ആയുസേവനെ കല്ലും മുള്ളും താണ്ടി കാലം കാത്തു സംസരം കാരുണ്യം സരോവരം നിറഞ്ഞ സ്നേഹപൂമരം ആലം വിശ്വനാമനേ ആർക്കും അതിശയാകാരമേ ആലം വിശ്വനാമനേ ആർക്കും അതിശയാകാരമേ അറബികൾക്കു നാദമേ അംഗസുറ്റവദനമേ അലകടൽ കടന്നു ധർമ്മഹായി പണിത സൂനമേ അറബികൾക്കു നാദമേ അംഗസുറ്റവദനമേ അലകടൽ കടന്നു ധർമ്മഹായി പണിത സൂനമേ കാന്തപുരം കാലം കാത്ത സൽസരം കാരുണ്യം സരോവരം നിറഞ്ഞ സ്നേഹപൂമരം കനകകാന്തി ശൈഖുന ഇദാ കുളിരണിഞ്ഞ സേവനം സദാ കാതീരനെ കാവലേകി കനിയനെ കാര്യദർശിയാനി ദീർഘകാല ആയുസേവനെ മുള്ളും താണ്ടിടുന്നില്ല കൽപ്പുരം സരോവരം നിറഞ്ഞ സ്നേഹപൂമരം ഹലോ അസ്സലാമു അലൈക്കും. ഉസ്താദ്മാർ മൈക്കിലേക്ക് വരട്ടെ. ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുമാർ ഉസ്താദിലും ലൈനിൽ കാണുന്നുണ്ട്. കുമാർ ഉസ്താദുണ്ട്, അതുപോലെ ഉസ്താദുണ്ട്. ഉസ്താദ്മാർ മൈക്കിലേക്ക് വരട്ടെ. അതുവരെ നമുക്ക് ഉസ്താദ്മാർ മൈക്കിലേക്ക് വന്നില്ല ഇതായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. കേൾക്കുന്നില്ല? ക്ലിയർ ഇല്ലേ? കേൾക്കാമല്ലോ? ഓക്കെ. ദീർഘമായി സംസാരിക്കുന്നില്ല. 2 ദിവസമായി റൂമിൽ സജീവമാകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒന്ന് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വഫാത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിപാടികളുമായതുകൊണ്ട് മന്ദിരായ നെല്ലിക്കുത്ത് ഉസ്താദ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതും മഹാനവറുകൾ തന്റെ ആയുസ് മുഴുവൻ സമർപ്പിച്ചതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികളോട് ആദർശം എങ്ങനെ നേരിടാം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മഹാനവറുകളുടെ മുഴുവൻ സമയവും ഉപയോഗിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ എല്ലാ കാൽവെപ്പുകളും ആദർശം പഠിപ്പിക്കാനല്ല, ആദർശ വിരോധികളെ നേരിടാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച് ദിശ നൽകാനും ആ വിഷയത്തിൽ ആവേശം ഉൾക്കൊള്ളാനും ആവേശം ഉണ്ടാക്കി തീർക്കാനുമാണ് ഓരോ നിമിഷവും ബഹുമാനപ്പെട്ട ഉസ്താദ് ചെലവഴിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ക്ലാസ് റൂമുകളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഈ റൂമിൽ വരുന്ന ആളുകളെ ആദർശവാദികളാക്കലല്ല, ആദർശ വിരോധികളെ നേരിടാൻ സജ്ജമാക്കലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ദൗത്യം.
ആ ദൗത്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ ക്ലാസ് റൂമിന് സാധിച്ചിട്ടുണ്ട്. ശബ്ദം പരമാവധിയാണിത്. ഇനിയും ശബ്ദം കൂട്ടാൻ കഴിയില്ല. ക്ലിയർ ഇല്ല. പരമാവധി ശബ്ദം. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദർശ രംഗത്ത് പുത്തൻവാദികളെ എങ്ങനെ നേരിടാൻ നമുക്ക് സാധിക്കും, ഈയൊരു വിഷയത്തെക്കുറിച്ചുള്ള സദാ ചിന്ത നമുക്കുണ്ടാവുകയും അവരെ നേരിടാനായി നമ്മൾ നല്ല നല്ല വാചകങ്ങളും നല്ല നല്ല രൂപങ്ങളും കാണുകയും വേണം. ഇസ്മായിൽ ഉസ്താദിന്റെ ആ ഒരു തിയറി നമുക്ക് ഈ ക്ലാസ് റൂമിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഭംഗിയായി ഇടപെടുകയും ചർച്ച നടത്തുകയും ഉസ്താദുമാർ നന്നായി ഇടപെടണം. അതേപോലെ സാധാരണക്കാരായ റൂമിലേക്ക് വരുന്ന സാധാരണക്കാരായ ആളുകൾ നല്ല ചോദ്യങ്ങളുമായി നല്ല ചർച്ചകളുമായി രംഗത്ത് വരണം. ഇപ്പോ മുമ്പ് സമയങ്ങളിൽ പുത്തൻവാദികളായ ആളുകൾ വളരെ കൂടുതൽ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വരുന്നില്ല. അവർക്ക് വന്നാൽ നഷ്ടമാണെന്നും അതേപോലെ എല്ലാവരും ഉണ്ടാക്കും. ആളുകൾ വന്നുകൊണ്ട് കൂടുതൽ ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ആ വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ഇപ്പം മൈക്കിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. ഷാറു മുബാറക്കിനെ സംബന്ധിച്ച് അടുത്ത വ്യാഴാഴ്ച മറ്റന്നാൾ കുറ്റ്യാടിയിൽ വളരെ വിപുലമായ പരിപാടി പേരോട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വിപുലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സമഗ്രമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള എന്തെല്ലാം ആരോപണങ്ങളുണ്ടോ തെറ്റിദ്ധാരണകളുണ്ടോ നീക്കുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലുള്ള ആളുകളൊക്കെ വരാൻ കഴിയുന്ന ആളുകൾ ആ പരിപാടിയിൽ സംഭവിക്കുക. അതിനോട് അന്ന് ഈ പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് പ്രത്യേക ദ്വാ നടക്കും. ശരി വന്നു. ഓക്കെ, ലൈവ് വന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ആ ലൈവ് കൊടുക്കാൻ വേണ്ടി ലൈവ് കഴിഞ്ഞ ഉടനെ കാന്തർ ഉസ്താദിന്റെ ഏകദേശം ദ്വായിലേക്ക് അടുത്തുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈവ് കഴിഞ്ഞ ഉടനെ നമുക്ക് ചർച്ച വേണമെങ്കിൽ ആരംഭിക്കാം. അപ്പോഴേക്ക് നമ്മളെ കേൾവിക്കാരൻ ഉസ്താദും അതുപോലെ മറ്റു സാറും ഉസ്താദൊക്കെ നമ്മുടെ അഡ്മിന്മാരൊക്കെ സജീവമാകും. കൃഷിയിൽ ഉസ്താദ് എല്ലാവരും ഉണ്ട്. അള്ളാഹു തആല ഖൈറിയത്ത് സന്തോഷം നൽകട്ടെ. ഞാൻ മൈക്ക് റിലീസ് سيدنا محمد ومن صلاة صلى الله على سيدنا وعلى سيدنا محمد صلى الله عليه وسلم وصلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. റഹ്മാനായ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണം അല്ലാഹ്. മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണം അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ മഹാന്മാർ, പ്രത്യേകിച്ച് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട
സുഹൃത്തു കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ മുസ്ലിയാർ ഇന്നലെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന് നീ വലിയ ദർജ നൽകണേ അല്ലാ, മൗഫറത്ത് നൽകണേ അല്ലാ. ഇവിടെ പേര് പറഞ്ഞ ആളുകൾക്കും അല്ലാത്തവർക്കും എല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ മുഅ്മിനീൻ ഷെമിക്ക മൈക്കെടുത്ത് ഷെമിക്ക. ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ദീർഘ ആയുസ്സ് നൽകണം ദീർഘ എല്ലാ വിഷമത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെയും മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. برحمتك يا أرحم الراحمين ولله رب العالمين. സംഘാടകർക്ക് പിന്നെ എപ്പോ നോക്കിയാലും പൈസ തീരാതുള്ളത് ചെയ്യത്ത നമ്മതേക്കപ്പം മഴ തന്നെ കിട്ടണമെന്നറിയില്ല. ടി.സിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാം. 1000 രൂപ നമ്മളെ ഈ പരിപാടിക്ക് ഷാനുമാനക്കിന് വേറെ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഷുഗറിന്റെ സൂക്കുകളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു തആല എല്ലാം ഫൈനായി കൊടുക്കണം. പിന്നെ ശിഫയാക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളും സിഹറിനെ തൊട്ട് അല്ലാഹ് കാക്കട്ടെ. റഷീദിന്റെ എനിക്കറിയാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടിയില്ലാത്ത ആൾക്ക് അല്ലാഹു തആല നല്ല സാലിഹായ കുട്ടിനെ കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബേ, നീ സാലിഹായ കുട്ടിനെ കൊടുക്കണേ അല്ലാഹ്. ശിഫയായി കൊടുക്കണേ അല്ലാഹ്. അതിരി മൂസക്കുട്ടി 1000 രൂപ അല്ലാഹു തആല എഴുതി വെക്കും. ആരാണ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതിന്റെ ഭാര്യ അസുഖമാണ്. അല്ലാഹു തആല ശിഫയായി കൊടുക്കണം. എനിക്ക് സമയമല്ല, ഞാൻ നിർത്തുകയാണ്. സമയം കല്ലാത്ത മുഹമ്മദ് മുസ്ലിയാർ അടുത്ത ദിവസം മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഖബറിനെ അല്ലാഹു തആല വെളിച്ചമായി കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിനെ അല്ലാഹു വെളിച്ചാക്കട്ടെ. എന്ത് ഹക്കീം 1000 രൂപ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഷെയർ മുബാറക്കിന് റഷീദ് കുറ്റിക്കളവ് 1000 രൂപ. ഇതിന് 1000 രൂപ നിങ്ങൾ തന്നോ? ഷെയർ മുബാറക്കിന് 1000 രൂപ. അതാ പൈസ കളിക്ക്. ആദ്യം തന്നാലേ ഇത് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് എന്റെ കോള്. 1000 രൂപ മുഹമ്മദാജി ടി.സിന്റെ ഷാലു മുബാറക്കിൽ ബിസ്മില്ലാ. അല്ലാഹു തആല ദീർഘായുസ്സ് തരട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതല്ലേ അതങ്ങോട്ട് അത് കൊടുത്തു തന്നെ. ഖദീജ നമ്മുടെ പരിപാടിയിലേക്ക് 1000 മുക്കിയ ഹജ്ജിന് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഷെയർ മുബാറക്കിന് 1000 രൂപ. ഷെയർ മുബാറക്ക് ഒക്കെ മറ്റേ തന്നവരാണല്ലോ തരുന്നത്. സമയം 2 മിനിറ്റ്
ഷാർ മുബാറക്ക് മസ്ജിദ് എല്ലാവരും എന്താ അയൽവാസി പള്ളി നഗരല്ലേ അള്ളാഹുത്തല അവർക്ക് ചെയ്യട്ടെ. അയാൾക്ക് ഗ്രൂപ്പം വാങ്ങിക്കും, ഗ്രൂപ്പം കൊടുക്കും. ഇവിടെ രണ്ടുകൂടി മാറിപ്പോണ്ട. ഇത് ഷെയർ ഒക്കെ മറ്റോ അതാ പറഞ്ഞു AK മാസ്റ്റർ മകൾ അൽഹംദുലില്ലാ 500 രൂപ സംഭാവന നമ്മളെ വയറുപടി വഴി അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സ്ത്രീക്കൊന്ന് ഇപ്പം ഉമ്മക്കൊക്കെ അള്ള ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, കുട്ടികൾക്കൊക്കെ അള്ള ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. AK മാസ്റ്റർക്ക് അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. ഇത് ഷെയറിൻ്റെ ബിസ്മില്ലാ. മറ്റേ തന്നിരുന്നതല്ലേ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആദ്യം വാപ്പക്കും അമ്മക്കും സുഖമല്ലാത്ത ഉള്ള സുഖാക്കട്ടെ. രണ്ടോ രണ്ടുപേരെ രണ്ടാളോ അതാ രണ്ടെണ്ണം കൊടുക്കും. ബാക്കി എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനം ഷാറുമാർക്കുണ്ട് വേറെ ചെയ്ത് ആയില്ല അള്ളാഹു എളുപ്പാക്കട്ടെ. എല്ലാവരും തരും ഷാറുമാർക്ക് അള്ളാഹ് ബിസ്മില്ല. ഒരു വൈക്ക് പോ എന്നിട്ട് ഒരു വൈക്ക് പോ. അള്ളാഹു സുഖാക്കട്ടെ. അള്ളാഹു തആല സുഖാക്കട്ടെ. ബിസ്മില്ലാ. ആ വള്ളിയൊക്കെ അവിടെ ഇങ്ങനെ നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷെയർ മുബാറക്കിൻ്റെത് ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമ്മുടെ സ്റ്റേജിൽ കൗണ്ടറിൽ സ്വീകരിക്കുന്നതാണ്. ഇപ്പോ നമ്മൾ ഈ പരിപാടിയോടനുബന്ധിച്ച വിഷയത്തിന് കൈ ചെയ്യാതെ പോയി. ഷെയർ മുബാറക്കിൻ്റെത് ഇൻഷാ ഉസ്താദിനെ തന്നെ നേരിൽ കാണണമെങ്കിൽ കോഴിക്കോടോ മർക്കസിലോ പോയി നേരിട്ട് കൈ പിടിച്ചേൽപ്പിക്കുകയും ചെയ്യാം.